ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ആലിയ കട്ട് കുർത്തിയാണ്. ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റ് വെച്ചിട്ട് ബാക്കിൽ എ ലൈനാണ് ചെയ്യുന്നത്. നോർമലായിട്ട് അപ്പോൾ എല്ലാ ആലിയ കട്ട് കുർത്തിയിലും നമ്മൾ ഫ്രണ്ടിൽ വി നെക്ക് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കുറച്ച് കയറ്റിയിട്ട് ഒരു റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പ്ലീറ്റിൻ്റെ ഭാഗത്ത് ഒരു ലേസും വെച്ച് കൊടുത്ത് ആണ് ഈ കുർത്തി ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ഇതിന് 3.5 മീറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 3 മീറ്റർ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും ചെയ്തെടുക്കാം. നമുക്ക് കൂടുതൽ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്ലീറ്റുകൾ കൂടുതൽ കിട്ടും. അപ്പോൾ പ്ലീറ്റുകൾ കൂടുന്നതനുസരിച്ച് തന്നെ അത് കാണാനായിട്ടും നല്ല രസമായിരിക്കും. ഫ്രണ്ടിൽ നെക്ക് നമ്മൾ കയറ്റിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ സിബ്ബോ അല്ലെങ്കിൽ ചെറിയ ഹുക്സോ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നമുക്കിത് തലയിൽ കൂടി കടത്താനും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ബട്ടൺസാണ് ബാക്കിൽ ചെറിയൊരു ഹോൾ പോലെ വെച്ച് ബട്ടൺസാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബാക്ക് നമ്മൾ എ ലൈൻ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഷേപ്പായിട്ട് ബാക്കിലിരിക്കാനായിട്ട് ഒന്നുകിൽ നമുക്ക് സിബ്ബ് വെച്ച് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാക്കിൽ ബട്ടൺസ് വെച്ചിട്ട് ടക്ക് ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് ആദ്യം നോക്കാം. ബാക്ക് പാർട്ടാണ് ഞാൻ ആദ്യമേ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് 16 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന രീതിയിൽ ഞാനത് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ലെങ്ത്ത് വരുന്നത് എനിക്കിവിടെ 43 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അതാണ്, അതുതന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് എടുക്കുമ്പോൾ താഴെ മടക്കി അടിക്കാനുള്ളതും ഷോൾഡറിന് ഒരു 1/2 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതും കൂടി ഒരു 1-1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള തുണി ഇതേപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ 16 ഇഞ്ചിൽ എടുത്തിരിക്കുന്നത്, ആവശ്യമുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. നെക്ക് ഞാനിവിടെ 6.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആം ഹോളും ഞാൻ 6.5 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡറിനെ ഇടയിൽപ്പെടുത്തി 6.5 ഇഞ്ച് തന്നെയാണ്, താഴെ 6.5 ഇഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മളവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്കെയിൽ കൊണ്ട് ആ 2 പോയിൻറ്റും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് 9 ഇഞ്ചിലാണ്. അപ്പോൾ ഞാൻ 9 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതൊരു 1.5 ഇഞ്ച് എടുത്താലും മതി. ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കാറുള്ളത്. ഇത് നമുക്ക് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരക്കേണ്ട ഭാഗത്താണ് ചെസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ഷേപ്പിൻ്റെ ലെങ്ത്ത്, നമ്മളുടെ കുർത്തി സൈഡിൽ ഷേപ്പായിട്ടിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടുത്തെ ലെങ്ത്താണ് ഞാൻ പറയുന്നത്. അത് ഞാനൊരു 13 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു മീഡിയം സൈസ് വരെയൊക്കെ 13 ഇഞ്ചിൽ ലെങ്ത്തിൽ എടുത്താൽ മതിയാവും. അതിൻ്റെ വിഡ്ത്താണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അതെനിക്ക് 8 ഇഞ്ചിലാണ് വേണ്ടത്. ഞാൻ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അവിടെയും 2 ഇഞ്ച് തന്നെയാണ് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എ ലൈനായിട്ടാണ് വെക്കുന്നതെങ്കിലും ഒരു സ്ലിറ്റ് വെക്കുന്ന ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, നമുക്ക് ആ സ്ലിറ്റിൻ്റെ അളവിലാണ് ഞാനിപ്പോൾ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് 20 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ലെങ്ത്താണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു 10 ഇഞ്ചിൽ ഞാൻ വിട്ട് ഇട്ട് കൊടുക്കണം. എ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലൂസിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അവിടെ ഞാൻ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാനൊന്ന് ആം ഹോൾ കർവ് കൊണ്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഒന്ന് കർവ് ചെയ്ത് എടുത്താലും മതിയാകും. എന്നിട്ട് നമ്മൾ വരച്ച മാർക്കിങ്ങിലൂടെ ഇതേപോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ താഴത്തെ കൂടി നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. എ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരെ താഴേക്ക് ഒന്ന് വരച്ച് കൊടുത്താൽ മതിയാകും. ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതിയാകും. നമുക്ക് എത്രത്തോളം അധികം വിട്ട് വേണം അതനുസരിച്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 16 ഇഞ്ചിലാണെന്നല്ലോ മടക്കി എടുത്തിരുന്നത്. അപ്പോൾ ആ ഫുൾ വിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ 2 ഇഞ്ചൊന്നും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അവിടെ നിന്ന് ഇതേപോലെ ഞാനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇതിന് ശേഷം ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്ക് കട്ട് ചെയ്തിട്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത മാർക്കിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പാർട്ടിൻ്റെയാണ്. ഫ്രണ്ട് പാർട്ടിൻ്റെ യോക്കിൻ്റെ ഭാഗമാണ് ആദ്യമേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു മാർക്കിങ് കൊടുക്കണം. അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ എനിക്ക് ചെറിയ നൂല് അകന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയാണ് ഞാനവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ 6.5 ഇഞ്ചിൽ
ഷോൾഡർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആം ഹോളും 6 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തു. നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ഈ ഷോൾഡറും നെക്കെല്ലാം ഫ്രണ്ട് പാർട്ടിൻ്റെയും ചെയ്യുന്നത്. ഇനി ആം ഹോൾ കർവ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അതൊരു 1 ഇഞ്ച് ഗ്യാപ്പിലെടുത്ത് കർവ് ചെയ്തെടുത്താലും മതി. ഇനിയാണ് നമുക്ക് യോക്കിന് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 14 ഇഞ്ചിലാണ് ലെങ്ത്ത് വെക്കാൻ പോകുന്നത്. 13 ഇഞ്ച് എനിക്ക് മതിയാകും. ഷോൾഡർ മടക്കി അടിക്കുന്നതിനും താഴത്തെ നമുക്ക് പ്ലീറ്റ് വരേണ്ട ഭാഗം അവിടെയും മടക്കി അടിക്കേണ്ടത് കൊണ്ട് നമുക്ക് 1/2 ഇഞ്ച് വീതം 2 സൈഡിലും വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. 13 ഇഞ്ചിനൊപ്പം 1 ഇഞ്ച് കൂട്ടി 14 ഇഞ്ചിലാണ് ഞാനിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ചിൽ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചിട്ടു. ഇനി ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 9 ഇഞ്ചിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. എന്നിട്ട് 2 ഇഞ്ച് അവിടെയും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി യോക്കിൻ്റെ താഴത്തെ ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ ആലിയക്കട്ടിൻ്റെ വി പോലെയാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വിഡ്ത്ത് ആയം തന്നെ മാർക്ക് ചെയ്യുകയാണ്. അത് 8 ഇഞ്ചിൽ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ചിൽ സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ബാക്ക് പാർട്ടിനും ഇതുപോലെ തന്നെയാണ് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇത് സ്കെയിൽ കൊണ്ടൊന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ വി പോലെ വരുന്ന ഭാഗമാണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ താഴെ നിന്ന് ഒരു 5 ഇഞ്ചിലാണ് അവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചിലാണ് അവിടെ മാർക്കിംഗ് ചെയ്യുന്നത്. എന്നിട്ട് 5 ഇഞ്ച് ഇത് പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. നെക്ക് നമ്മളൊരു 4 ഇഞ്ചാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെങ്ത്ത് യോക്കിൻ്റെ ഭാഗത്ത് കിട്ടും. 7 ഇഞ്ചാണെങ്കിൽ ഒരു ചെറിയൊരു ലെങ്ത്ത് ആയിരിക്കും നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് കിട്ടുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നെക്ക് കുറച്ച് ഇവിടെ കയറ്റി വെക്കുന്ന ഒരു മോഡലാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ കുറച്ചധികം ലെങ്ത്തോടെ എനിക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്ത് ഈ പോയിന്റിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ തുണി 2ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം തുണിയുണ്ടോ അതനുസരിച്ച് ഇത് മടക്കിയിടാവുന്നതാണ്. ഞാനിപ്പോൾ മടക്കിയിടുമ്പോൾ 2 സൈഡും കൂടി എനിക്ക് 50 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു സൈഡ് തന്നെ എനിക്ക് 25 ഇഞ്ചിൽ വിഡ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ 2ആക്കി മടക്കിയിട്ടിട്ട് ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ സൈഡിൽ നമ്മൾ ഒരു 5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ 5 ഇഞ്ചായിരുന്നല്ലോ യോക്ക് പാർട്ടിന് മാർക്ക് ചെയ്തെടുത്തിരുന്നത്. ആ 5 ഇഞ്ച് തന്നെയാണ് ഞാനിവിടെ ഓപ്പൺ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് അതിൻ്റെ എൻഡ് ഭാഗം അതായത് നമ്മളുടെ ഫോൾഡഡ് സൈഡിൻ്റെ മൂലഭാഗം ആ കോർണർ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വിഡ്ത്ത് അധികം ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ അത് മര്യാദക്ക് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇതേപോലെ ഒന്ന് നമ്മൾ ആ ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുക. അലിയക്കട്ടിൻ്റെ ആ ഷേപ്പ് വരുമല്ലോ, ആ ഒരു വി പോലെ ഇരിക്കുന്ന ഷേപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. 5 ഇഞ്ചിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ താഴത്തെ ഭാഗം പ്ലേറ്റ് ഇട്ട് മുകളിലത്തെ യോക്കായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുക. താഴത്തെ പാട്ടിൻ്റെ ലെങ്ത്താണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. യോക്ക് പാട്ടിന് നമ്മൾ 14 ഇഞ്ച് എടുത്തായിരുന്നു. അതിൽ നിന്ന് 5 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ നമുക്ക് മടക്കിയടിക്കാനും കൂടി മുകളിലും താഴെയും മടക്കിയടിക്കാനും ഒരു 1 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് യോക്ക് പാട്ടിന് 9 ഇഞ്ചാണ് ഉണ്ടാവുന്നത്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 43 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആ 9 ഇഞ്ച് മൈനസ് ചെയ്ത് നമുക്കൊരു 34 ഇഞ്ചാണ് നമുക്ക് താഴത്തെ ആ ഡൗൺ പാർട്ടിന് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ 34 ഇഞ്ചിലാണ് ഞാനവിടെ മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. 34 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും നമ്മൾ യോക്ക് പാർട്ട് എടുത്ത ഭാഗത്തിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് അത് കട്ട് ചെയ്തിട്ടാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. സ്ലീവ്സിന് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ഒന്ന് അളവ് ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കാം. എനിക്കപ്പോൾ അത് 10 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 9 ഇഞ്ചിൽ തുണി 2ആക്കി മടക്കിയിടാം. ഞാനിപ്പോൾ 9 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ ലോങ് സ്ലീവ്സാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓപ്പൺ സൈഡിൽ നമ്മളൊരു 3.5 ഇഞ്ചിൽ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ടോട്ടൽ ലെങ്ത്ത് ഞാൻ വെക്കുന്നത് ഇവിടെ 22 ഇഞ്ചിലാണ് ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ അടിച്ചെടുക്കുന്നതിനും പിന്നെ 1/2 ഇഞ്ച് നമുക്ക് താഴെ മടക്കിയെടുക്കുന്നതിനും വേണ്ടി വരും. അതിന് വേണ്ടിയാണ് എക്സ്ട്രാ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. 3.5 മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ സ്കെയിൽ കൊണ്ടൊന്ന്
വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 9 ഇഞ്ചായിരുന്നു മടക്കിയെടുത്തപ്പോൾ എടുത്തത്. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് അളവെടുത്ത് നോക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് വരുന്നുണ്ട്. 10 ഇഞ്ച് തന്നെയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നതും. എന്നിട്ട് ആ 10 ഇഞ്ചിൻ്റെ മിഡിൽ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ നോർമൽ സ്ലീവ്സ് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് ഇതേപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ താഴത്തെ മാർക്കിംഗ് ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ 4 ഇഞ്ചിലാണ് അത് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്കെയിൽ കൊണ്ട് നേരത്തെ 3.5 വരച്ചൊരു പോയിൻ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ സ്ലീവ്സിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ സ്ലീവ്സ് നമ്മൾ ഇതേപോലെ ലോങ് സ്ലീവ്സാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്ക് പാർട്ടിൻ്റെ ഒക്കെ നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പീസ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ലെങ്ത്ത് 9 ഇഞ്ചിലും വിഡ്ത്ത് 6 ഇഞ്ചിലുമാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി അതിൻ്റെ താഴേക്ക് ഇടുക. ഞാനിപ്പോൾ 2.5 ഇഞ്ചിലാണ് ഇവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 ഇഞ്ചിൽ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്തു. നെക്ക് കയറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ ബാക്ക് നെക്കിൽ ഇതേപോലെ ഒന്ന് ചെറിയൊരു സ്ക്വയർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ചിലാണ് അവിടെ അത് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ചെറിയൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാനവിടെ അതിന് വേണ്ടി വരച്ചെടുക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കറക്റ്റ് മനസ്സിലാവുന്നതാണ്. താഴെ നമ്മൾ തുണി ഇതേപോലെ കട്ട് ചെയ്ത് ഇടുമ്പോഴേക്കും നെക്കടിക്കാനുള്ള പീസ് കട്ട് ചെയ്തിടുമ്പോഴേക്കും അതിന് കൂടെയുള്ള ലെങ്ത്ത് കണക്കാക്കി വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ഒന്ന് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴെ വെച്ച പീസും അതേപോലെ തന്നെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ പീസിൻ്റെ നല്ല വശവും അതിൻ്റെ മീതേക്ക് വെക്കുക. അതായത് രണ്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ, നല്ല വശം രണ്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ അരികത്തിൽ കൂടെ ഒന്ന് നെക്ക് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ ഇങ്ങനെ അതും ഞാനിവിടെ ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ നെക്ക് അടിച്ച് മടക്കി അടിക്കുന്ന വീഡിയോസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതുകൂടെ ഒന്ന് കാണുക. ഞാനപ്പോൾ അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അത് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ ഒരു ടോയിനാണ് ബാക്കിൽ വെച്ച് കൊടുക്കുന്നത്. ഒരു ബട്ടൺസ് നമുക്ക് ഇടാൻ വേണ്ടിയാണ്. അത് ഇതേപോലെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള പോലെ ബട്ടൺസോ അല്ലെങ്കിൽ ഹുക്സോ എന്താണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലോത്തിൽ തന്നെയാണ് ഈ ബട്ടൺസ് ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നത് ഞാൻ ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ടിലെ നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഞാനത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് 2.5 ഇഞ്ചിലാണ് ഞാനിവിടെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 4 ഇഞ്ചിലാണ്. ഫ്രണ്ട് നെക്ക് കുറച്ച് കയറ്റി വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ 4 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ റൗണ്ട് നെക്കാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വി നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്യാൻവാസ് കൊണ്ട് ഇവിടെ റൗണ്ട് നെക്ക് വരക്കുമ്പോൾ നിങ്ങൾ വി നെക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ വി ഷേപ്പിൽ വരച്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ റൗണ്ട് നെക്ക് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ എടുക്കാം. ഇനി ഇതൊരു ക്ലോത്തിലേക്ക് വെച്ച് നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന പോലെ അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് യോക്കിൻ്റെ നല്ല വശം നിവർത്തിയിട്ടിട്ട് ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്ത പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും സെൻട്രൽ പൊസിഷൻ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നെക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കൊന്ന് അതിൻ്റെ അറ്റത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഭാഗം നമുക്ക് ഫിനിഷായി കിട്ടും. ഇനി നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. 7 ഇഞ്ചാണ് നമുക്ക് യോക്കിൻ്റെ വൺ സൈഡ് വിഡ്ത്ത് വരുന്നത്. നമ്മുടെ താഴത്തെ ഡൗണിൻ്റെ പാർട്ടിലാണെങ്കിൽ നമുക്ക് വൺ സൈഡ് 28 ഇഞ്ചിൽ നമുക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 28 ഇഞ്ചിലുള്ളതാണ് നമുക്ക് 1 ഇഞ്ച് വരുന്ന നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് പ്ലീറ്റുകളിട്ട് നമ്മൾ അതേപോലെ ചെറുതാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി താഴത്തെ ഭാഗം ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് സെൻട്രൽ പൊസിഷനിലാണ് ഞാൻ ആ സ്കെയിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളാക്കി ഞാൻ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നൂല് വലിച്ചെടുത്താണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അധികം വിട്ടിലെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളാക്കി വെച്ച് കൊടുത്ത് അവിടെ വെച്ച് തന്നെ പിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നൂല് വലിച്ചു കൊടുത്താലും ഇത് നല്ല ഭംഗിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്
ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇതേപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് വിടാം. നമുക്ക് സീം അലവൻസ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് വേണ്ട യോക്കിൻ്റെ ഭാഗം 11 ഇഞ്ചാണെന്നല്ല നേരത്തെ പറഞ്ഞത്, ആ അളവിലേക്ക് തന്നെ ഇത് എത്തിയൊന്ന് നമ്മളൊന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് അത് വരുന്നത്. നമുക്ക് ഇനി പിൻ ചെയ്ത ഭാഗം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്ലേറ്റുകളെല്ലാം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് മാത്രം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് യോക്ക് പാർട്ടായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നല്ല വശം ഇതേപോലെ ഒന്ന് രണ്ടും ചേർത്ത് വെച്ചിട്ട് രണ്ടിനും സെൻട്രൽ പൊസിഷൻ ഇതേപോലെ ചേർത്ത് വെച്ച് ഒരു പിൻ ചെയ്ത് വെക്കുക. രണ്ടിൻ്റെയും നല്ല വശം അകത്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കാം. അതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഭാഗവും ബാക്ക് പാർട്ടിൻ്റെ ഭാഗവും നമുക്ക് ഫിനിഷായി കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശവും ഇതേപോലെ ഒന്ന് ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവ്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലീവ്സിൻ്റെ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് 1/4 ഇഞ്ചിൽ ആദ്യമേ ഒന്ന് മടക്കി അടിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ സെൻട്രൽ പൊസിഷൻ നമ്മളുടെ ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് വെച്ച് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. സെൻട്രൽ പൊസിഷനിൽ നിന്നാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും ഇതിൽ എക്സ്ട്രാ നമുക്ക് തുണി ഉണ്ടെങ്കിൽ തന്നെ അത് രണ്ട് സൈഡിലും കൂടെ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ പൊസിഷനിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ രണ്ട് സൈഡും പിൻ ചെയ്ത് വെച്ചിട്ട് അത് സ്ലീവ്സ് കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ലീവ്സ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ഭാഗം തുടങ്ങി നമ്മളുടെ സൈഡിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഇതേപോലെ ഒന്ന് സ്ലീവ്സിൻ്റെ ഭാഗം ആദ്യമേ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. രണ്ട് സൈഡും ഇതേപോലെ ഒരുമിച്ച് വെക്കുക. സ്ലീവ്സ് അപ്പോൾ ഞാൻ 4 ഇഞ്ചിലാണ് വിട്ട് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ ചെറുതായിട്ട് ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ ശരിക്കും കാണുന്നില്ല എങ്കിലും അവിടെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് നമുക്ക് കാണാം. അതിലേക്കാണ് ഞാനിപ്പോൾ ഒന്ന് തെളിച്ച് വരക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വരച്ച ആ വരയിലൂടെ ഒന്ന് തെളിച്ച് വരച്ചു. അതിനുശേഷം ഇതേപോലെ രണ്ട് സൈഡും നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് ഒപ്പം വെക്കാം. ഒപ്പം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. രണ്ടിൻ്റെയും സൈഡുകൾ ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ഇതേപോലെ പിൻ ചെയ്ത് ഒന്ന് വെച്ചെടുക്കുക. താഴെ വരെ നമ്മൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാ സൈഡും ഒപ്പം വരുന്ന രീതിയിൽ നമ്മൾ പിൻ ചെയ്തെടുത്തു. അതിന് ശേഷമാണ് നമ്മൾ മാർക്കിംഗ് ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് ഒന്ന് അളവെടുക്കാം. അതായത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ സെൻട്രലിൽ നിന്ന് 9 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തത്. നേരത്തെ നമ്മൾ 9 ഇഞ്ചിൽ ഇതേപോലെ മാർക്കിംഗ് കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ സെൻട്രൽ പോയിൻറ്റിൽ നിന്ന് ഇതേപോലെ 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. നമ്മൾ ഓൾറെഡി വരച്ച് വരയുണ്ട് അവിടെ, നമ്മളത് തെളിച്ച് വരച്ചാലും മതി. ഇനി ഷേപ്പിൻ്റെ വിട്ട് നമ്മൾ 8 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. ആ 8 ഇഞ്ചിലും ഇതേപോലെ സെൻട്രൽ പൊസിഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും 8 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു. ഇനി താഴത്തെ ഭാഗത്തേക്ക് നമ്മുടെ പ്ലേറ്റുള്ള ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ ഒരു ഇഞ്ചിൽ ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് നേരെ വരച്ചു കൊടുക്കുകയാണ്. താഴെ വരെ നേരെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് അളവുകളൊന്നും അവിടെ എടുക്കുന്നില്ല. നേരെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. യോക്കിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ അളവിൽ ഇതേപോലെ അടയാളപ്പെടുത്തി എടുക്കുക. എന്നിട്ടതൊന്ന് അടിച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. ബാക്ക് പാർട്ടിൽ നമുക്ക് ടക്ക് കൂടെ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതേപോലെ സ്കെയിൽ കൊണ്ട് ഒരു വര വരച്ച് കൊടുത്തു. നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു 10 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിവിടെ ടക്കിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു രണ്ട് സൈഡിലും സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് 4 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാൻ ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ 4 ഇഞ്ചിൽ ഓരോ മാർക്കിംഗ് കൊടുത്തു. ഇനി ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 9.5 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ചിൽ ഞാൻ ലെങ്ത്ത് കൊടുത്തു. രണ്ട് സൈഡും അതേപോലെ തന്നെ കൊടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ രണ്ട് സൈഡിലും വരച്ചെടുക്കുക. ഇങ്ങനെ വരച്ചെടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാനിവിടെ ടക്കിട്ട് കൊടുക്കുന്നത്. ഇതേപോലെ പിടിച്ചിട്ട് നമ്മളൊന്ന് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെ രണ്ട് സൈഡും വരച്ചു കൊടുക്കുക. ഈ സൈഡ് വരച്ച പോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് വരച്ചെടുക്കാം.
രണ്ട് സൈഡ് ഇതേപോലെ തന്നെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടെ എടുക്കാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും 2 സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ടക്കിൻ്റെ ഭാഗം വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ലൂസായിട്ട് കിടക്കും. ഇതിപ്പോൾ ടക്ക് അടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിലെ പാർട്ട് നല്ല ഷേപ്പായിട്ട് ഇരിക്കുന്നതാണ്. ഈ സൈഡ് ഞാൻ 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടക്ക് ഇട്ടതിന് ശേഷം നമുക്കത് ബാക്ക് പാർട്ട് ഇതേപോലെ വരും. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ഒരു ലേസ് കൂടെ വെച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ വെച്ചെടുക്കാം. ഇതോടൊപ്പം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.